പ്രിയമുള്ളവരെ, ഞാൻ യാത്രാമധ്യേ യാദൃച്ഛമായ ഒരു നിഗൂഢമായ കേന്ദ്രത്തിലെത്തിച്ചു. അവിടെ മറ്റ് മനുഷ്യരൊന്നുമില്ല, ഒരു ഗുഹാക്ഷേത്രമാണ്. പണ്ട് ഏതോ ഒരു ഋഷി ധ്യാനിച്ച തപസ്സിരുന്ന സ്ഥലമാണെന്ന ഈ ചുറ്റുപാടുള്ളവർ പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ എന്തെന്നില്ലാത്തൊരു ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ധൈര്യവും ഒക്കെ വരും. ഞാൻ ഈ സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല. ഇവിടെ അങ്ങനെ ആൾക്കൂട്ടമൊന്നുമില്ല. ഇവിടെ പൂജ കാര്യമൊന്നുമില്ല. ഇവിടെയുള്ള അത്ഭുതം എന്തെന്ന് വെച്ചാൽ, ആരൊക്കെ വന്ന് വിളക്ക് വെച്ച് ധാരാളം വിളക്കുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതുവരെ ആർക്കും ഇത് മോഷ്ടിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ധാരാളം പേര് ശ്രമിച്ചിരുന്നു, പക്ഷേ അതെടുത്ത് പോകുന്നവരൊക്കെ പരാജയപ്പെട്ട് അവിടെ തന്നെ കൊണ്ടുവച്ച ചരിത്രമാണ്. അതൊരു മഹാ അത്ഭുതമാണ്. ഇന്നും ആ അത്ഭുതം നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഈ സന്ധ്യാസമയത്താണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇങ്ങനെയുള്ള നിഗൂഢമായ പ്രദേശങ്ങൾ നമ്മുടെ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും. അവരുടെ ആ ഒരു സ്മരണ ഇന്നും നിലനിൽക്കുന്നു. ആരോ എന്തോ പേരോ നമുക്കറിയില്ല, ആരോ ധ്യാനിച്ചൊരു സ്ഥലമാണ്. ബുദ്ധനൊക്കെ ബോധിവൃക്ഷച്ചോട്ടിൽ ധ്യാനിച്ച സ്ഥലത്തിന് ഇന്നും പ്രാധാന്യമാണ്. അതേപോലെ ഏതോ ഒരു മഹാത്മാവ് ഇവിടെ തപസ്സിരുന്നിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. അത് അത്തരം ആൾക്കാർക്ക് വരുമ്പോൾ ആ ഒരു കണക്ടിവിറ്റി ഉണ്ടാവും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു, പഠിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മളിവിടെ എത്തിച്ചേർന്നത് ഏതോ ഒരു മഹാശക്തി സ്വാഭാവികമായിട്ട് ഇവിടെ എത്തിച്ചേർന്നു പോകുന്ന വഴിയിൽ. പക്ഷേ എന്തെന്നില്ലാത്തൊരു സമാധാനവും ശാന്തിയും. ഇങ്ങനെയുള്ള സങ്കേതങ്ങളിൽ നിങ്ങൾക്കും എത്തിച്ചേരുവാൻ കഴിയുമാറാകട്ടെ. യാത്രാമധ്യത്തിൽ ഇങ്ങനെയുള്ള പല നിഗൂഢമായ കേന്ദ്രങ്ങളും നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഭാരതത്തിൽ മാത്രമല്ല, ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും. അവിടെയൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് സന്ദർശനം നടത്താം. പറ്റുമെങ്കിൽ അതൊരു സംഭവിക്കലാണ്. അതാണ്. ഇതിൻ്റെ മുന്നിൽ വിശാലമായ കടലാണ്. കടലിൻ്റെ ആരവം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ചില സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല. അവിടെ എന്തോ ഒരു നിർവൃതിയാണ്. സ്വന്തം സ്വക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ, സ്വന്തം ആന്തരികമായ ലോകത്തിൽ എത്തിച്ചേർന്നതുപോലെയുള്ളൊരു അനുഭവമാണ്. അത് ധ്യാനം പരിശീലിക്കുന്നവർക്ക് അത് ബോധ്യപ്പെടും. അങ്ങനെ ചില ആൾക്കാർക്ക് ഇവിടെ വരാറുണ്ടെന്ന് വിചാരിക്കുന്നു. അപൂർവം. ഇവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും വിചാരിച്ച പോലെ എത്തിച്ചേരാൻ പറ്റില്ല. എന്നാലും ഈ റൂട്ടിൽ, ഈ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് ചില സമയം ഇങ്ങനെയുള്ള സങ്കേതങ്ങൾ അവരെ മാടി വിളിക്കും. അവരുടെ ഊർജം ഒന്ന് അനുഭവിക്കാനും ഒന്ന് നമസ്കരിക്കാനും ഒക്കെയുള്ളൊരു അവസരം നിങ്ങൾക്കും ലഭ്യമാകട്ടെ എന്ന് മാത്രം ഞാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.